Welcome to Arcade Stories. പ്രിയ പ്രണയിനി ഭാഗം 55. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. ആര്യകത്തെ ഗേറ്റിന് മുന്നിൽ വന്നു നിന്ന കാറിൽ നിന്നും ഇറങ്ങിയ ദേവന്റെയും ഗൗരിയുടെയും വൈശാഖിയുടെയും കണ്ണുകൾ മിഴിഞ്ഞു. വീടിന്റെ വരാന്തയിൽ അവരൊട്ടും പ്രതീക്ഷിക്കാതിരുന്ന അതിഥികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. കാലുകൾ തറഞ്ഞതുപോലെ ഗേറ്റിന് മുന്നിൽ നിന്നുപോയി ഗൗരി. ആഹാ, വിരുന്നുകാരൊക്കെ ഉണ്ടല്ലോ. കാറുകാരന് കാശ് കൊടുക്കാൻ പേഴ്സുമെടുത്ത് നീങ്ങുന്നതിനിടയിൽ ദേവൻ കളി പറഞ്ഞു. വൈശാഖി കണ്ണുകൾ ചുരുക്കി അവനെ ഒന്ന് നോക്കിയപ്പോ ഗൗരിയുടെ ചുണ്ടുകളിൽ പുച്ഛം നിറഞ്ഞൊരു ചിരിയാണ് വിടർന്നത്. ഒരു സാധാരണ ദിവസമായിരിക്കുമെന്ന് കരുതിയ മധ്യാഹ്നം അവർക്കായി വീണ്ടും ഒരു വലിയ അത്ഭുതം കാത്തുവച്ചിട്ടുണ്ടാകും എന്നവർ കരുതിയില്ല. വരാന്തയിലെ ചാരുകസേരയിൽ ഗിരിജൻ വല്യച്ഛനും അരമതലിൽ സരസ്വതി വല്യമ്മയും കല്യാണി അപ്പച്ചിയും ഹരിഹരൻ അമ്മാവനും, അവരെ കൂടാതെ അരുണേട്ടനും ലക്ഷ്മിയിടത്തിയും ഏട്ടത്തിയുടെ കയ്യിൽ പിടിച്ച് 4 വയസ്സുകാരൻ ആദ്യക്കുട്ടനും നിൽക്കുന്നു. ദേവൻ കാറിന്റെ കാശ് കൊടുക്കുമ്പോൾ ഗൗരി വൈശാഖിയെയും വിളിച്ചുകൊണ്ട് ഗേറ്റ് തുറന്നു. അത്രയും നാൾ അകന്നു കഴിഞ്ഞിരുന്ന, ഒരിക്കലും തിരികെ വരില്ലെന്ന് കരുതിയവരെ പെട്ടെന്ന് ഒരുമിച്ച് കണ്ടതിന്റെ നേരിയ പകപ്പ് ഗൗരിയുടെ മുഖത്ത് തെളിഞ്ഞു നിന്നു. എന്നാൽ വൈശാഖിയുടെ മുഖഭാവം മറ്റൊന്നായിരുന്നു. അമ്മയെ കണ്ടതും അവളുടെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി. കത്തുന്ന കണ്ണുകളോടെ അവൾ കല്യാണിയമ്മയെ നോക്കി. ആ നോട്ടം താങ്ങാനാവാതെ കല്യാണിയമ്മ തലകുനിച്ചു. ആ കണ്ണുകളിൽ കുറ്റബോധം നിറഞ്ഞു നിന്നിരുന്നു. മകളുടെ ജീവിതം നശിപ്പിക്കുവാൻ താനും കൂട്ടുനിന്നത് ഓർത്തപ്പോ അവരുടെ ഉള്ളു നീറിയിട്ടുണ്ടാകും. ഹരിഹരന്റെ കണ്ണുകളിൽ പക്ഷേ സന്തോഷത്തിന്റെ തിളക്കമായിരുന്നു. 6 വർഷങ്ങൾക്ക് ശേഷം മകളെ മുന്നിൽ കണ്ടതിന്റെ ആഹ്ലാദമായിരുന്നു ആ അച്ഛന്റെ മുഖത്ത്. വരാന്തയിൽ നിൽക്കുന്ന ഓരോരുത്തരുടെയും മുഖങ്ങളിലൂടെ ഗൗരിയുടെ കണ്ണുകൾ സഞ്ചരിച്ചു. ഗിരിജൻ വല്യച്ഛന്റെ മുഖത്ത് പഴയ ഗൗരവമില്ല. ചെയ്ത തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തം ചെയ്യാനുള്ള ഒരു ഒരുക്കം ആ മുഖത്ത് കാണാമായിരുന്നു. വല്യമ്മയുടെ മുഖത്തും ഒരു മാറ്റം പ്രകടമായിരുന്നു. ലക്ഷ്മിയടത്തിയുടെ മുഖത്ത് സ്നേഹവും സന്തോഷവുമാണെങ്കിൽ അരുണേട്ടൻ ഏതാണ്ട് ചെളിയിൽ ചവിട്ടിയ പോലെയാണ് നിൽപ്പ്. ഒടുവിൽ ഗൗരിയുടെ കണ്ണുകൾ ലക്ഷ്മിയടത്തിയുടെ മുഖത്ത് വന്ന് നിന്നു. അവിടെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. കാറുകാരനെ പറഞ്ഞു വിട്ടതിന് ശേഷം അകത്തേക്ക് കയറിയ ദേവൻ പടികൾക്ക് താഴെ മാറി നിന്നപ്പോ ഗൗരി വേഗത്തിൽ പടികൾ കയറിച്ചെന്ന് ലക്ഷ്മിയടത്തിയെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു. ആ കാഴ്ച എല്ലാവരും അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. അവർ തമ്മിൽ അടുപ്പമുണ്ടെന്നത് അരുണിന് പോലും അറിയാതിരുന്നൊരു കാര്യമായിരുന്നു. ആ വരാന്തയിൽ ഭൂതകാലത്തിന്റെ ഇരുട്ടിൽ നിന്നും പുതിയൊരു വെളിച്ചം തെളിയുമെന്ന ആശ്വാസം ദേവന്റെ മുഖത്ത് നിറഞ്ഞു. തെറ്റ് ചെയ്തവരാണെങ്കിലും ഇത്രയും കാലം അകന്നിരുന്ന ബന്ധുക്കൾ ഇനിയെങ്കിലും ഗൗരിയോട് അടുപ്പം കാണിക്കട്ടെ എന്ന ചിന്തയായിരുന്നു അവന്റെ ഉള്ളിൽ. നിങ്ങളെന്നാ സംസാരിക്കേ, ഞാൻ വീട്ടിലേക്കൊന്ന് ചെല്ലട്ടെ. നിമിഷ നേരത്തേക്ക് ആ വരാന്തയിൽ തളം കെട്ടി നിന്ന അനിശ്ചിതത്വത്തിന് വിരാമമിട്ട് ദേവൻ ഗൗരിയോട് യാത്ര പറഞ്ഞു. അവന്റെ കണ്ണുകളിൽ അവൾക്ക് ധൈര്യം പകരുന്ന ഒരു തിളക്കമുണ്ടായിരുന്നു. ദേവൻ വേഗത്തിൽ പടികൾ ഇറങ്ങി തൊട്ടപ്പുറത്തുള്ള തന്റെ വീട്ടിലേക്ക് നടന്നതോടെ ആ വരാന്തയിൽ വീണ്ടും കനത്ത നിശബ്ദത പടർന്നു. ഗൗരിയും വൈശാഖിയും ഒരു വശത്തും വർഷങ്ങളായി അകന്നു നിന്ന ബന്ധുക്കൾ മറുവശത്തുമായി നിൽക്കുന്നു. എന്തു പറഞ്ഞു തുടങ്ങണമെന്നറിയാതെ ഗിരിജൻ വല്യച്ഛന്റെയും കല്യാണിയപ്പച്ചിയുടെയും മുഖങ്ങൾ വിളറി വെളുത്തിരുന്നു. എന്നാൽ ഗൗരിയുടെ മുഖത്ത് അപ്പോൾ ശാന്തതയായിരുന്നില്ല, മറിച്ച് ഉള്ളിലെരിയുന്ന കനലിന്റെ ചൂടായിരുന്നു. തങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് മുഖം തിരിച്ചു നിന്ന ഒറ്റപ്പെടുത്തിയ ബന്ധുക്കളോടുള്ള അമർഷം അവളുടെ കണ്ണുകളിൽ ജ്വലിച്ചു നിന്നു. എങ്കിലും അവൾ സംയമനം പാലിച്ച് നിശബ്ദയായി നിന്നപ്പോ തൊണ്ടയിടറിക്കൊണ്ട് ഗിരിജൻ വല്യച്ഛൻ സംസാരിച്ചു തുടങ്ങി. മോളെ, തെറ്റുകളൊക്കെ പറ്റിപ്പോയി. ആ രാജേന്ദ്രനെ വിശ്വസിക്കരുതായിരുന്നു എന്ന് തിരിച്ചറിയാൻ ഞങ്ങൾ വൈകിപ്പോയി. ഒരു ദീർഘനിശ്വാസത്തോടെ വല്യച്ഛനത് പറയുമ്പോ ഗൗരി യാതൊരു ഭാവഭേദവുമില്ലാതെ മുൻവശത്തെ വാതിൽ തുറക്കുകയായിരുന്നു. അവൾ മെല്ലെ തല ചരിച്ച് വല്യച്ഛനെ നോക്കി. ആ ചുണ്ടിൽ ഉച്ചം കലർന്നൊരു ചിരി വിരിഞ്ഞു. ഈ വൈകിയ വേളയില് അതൊക്കെ പറഞ്ഞിട്ട് എന്താ വല്യച്ഛ കാര്യം? അവളുടെ ചോദ്യം ഒരു കൂരമ്പ് പോലെ അവരുടെ നെഞ്ചിൽ തറച്ചു. അതിനുള്ള മറുപടി തന്റെ പക്കലില്ല എന്നുള്ള തിരിച്ചറിവിൽ അയാൾ മുഖം കുനിച്ചു. അവൾ വാതിൽ തുറന്ന് എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു. മനസ്സ് നിറഞ്ഞ ചളിപ്പോടെ എല്ലാവരും അകത്തേക്ക് കയറി കസേരകളിലും സോഫകളിലുമായി ഇരുന്നപ്പോ ഗിരിജൻ വല്യച്ഛൻ വീണ്ടും തുടർന്നു. നമ്മുടെ അനന്തനെ കൊന്നിട്ട് സജീവൻ ആ കുറ്റം വിഷ്ണുവിന്റെ തലയിൽ കെട്ടിവെക്കുമെന്ന് ആരെങ്കിലും കരുതിയോ? കൂടെ നിന്നിട്ട് ചതിക്കുന്ന വർഗമാണെന്ന് അറിഞ്ഞില്ല. വല്യച്ഛൻ അത് പറയുമ്പോ വൈശാഖിയുടെ നോട്ടം നേരെ ചെന്ന് വീണത് അമ്മയുടെ മുഖത്തായിരുന്നു. അവളുടെ കണ്ണുകളിൽ ഒരു തീക്കനലെരിഞ്ഞു. അമ്മയ്ക്കറിയില്ലായിരുന്നു അനന്തേട്ടനെ ആക്രമിച്ചത് സജീവനാണെന്ന്? ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്ന വൈശാഖിയുടെ ആ ചോദ്യം കേട്ട്
കല്യാണിയമ്മ ഞെട്ടിവിറച്ചു. അവർ മുഖം കുനിച്ചു കളഞ്ഞു. മറുപടി പറയാൻ ത്രാണിയില്ലാതെ അവരുരുകുകയായിരുന്നു. അത് കണ്ട് ഗിരിജൻ വില്ലിച്ചിന്റെയും സരസ്വതി വല്യമ്മയുടെയും മുഖം ചുളിഞ്ഞു. അരുൺ എന്തു ചെയ്യണമെന്നറിയാതെ തല താഴ്ത്തിയിരിക്കുകയായിരുന്നു. സ്വന്തം അനിയത്തിമാരുടെ സ്ഥാനത്ത് നിൽക്കുന്നവരോട് നീതി കാണിച്ചില്ലെന്ന കുറ്റബോധം അവനെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. വൈശാഖി പറയുന്നത് കേട്ട് ഹരിഹരനും അത്ഭുതപ്പെട്ടു. അയാൾ പെട്ടെന്ന് കല്യാണിയുടെ നേരെ തിരിഞ്ഞു. വൈശു പറഞ്ഞത് നേരാണോ കല്യാണി? നിനക്കറിയാമായിരുന്നോ വിഷ്ണുവല്ല അനന്തനെ കുത്തിയതെന്ന്? ആ ചോദ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ തല കുനിച്ചുകൊണ്ട് തന്നെ കല്യാണി മെല്ലെ ഒന്ന് മൂടി. അതോടെ ആ മുറിയിൽ സ്ഫോടനാത്മകമായ ഒരു അന്തരീക്ഷം സംജാതമായി. എടി മഹാഭാബി! ഗിരിജൻ വില്ലിച്ചൻ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് കസേരയിലടിച്ചു. സ്വന്തം മകന് ജയിലിലടക്കാൻ കൂട്ടുനിന്ന അമ്മയാണോടി നീ? നിനക്ക് ഇതെങ്ങനെ സാധിക്കുന്നു കല്യാണി? ഹരിഹരൻ വിശ്വസിക്കുവാനാവാതെ ചോദിച്ചു. രണ്ടുപേരും നിന്റെ മക്കൾ തന്നെയല്ലേ? എന്നിട്ടും നിരപരാധിയായ വിഷ്ണുവിനെ ബലി കൊടുക്കുവാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? കല്യാണി പൊട്ടിക്കരഞ്ഞുപോയി. തെറ്റ് പറ്റിപ്പോയേട്ടാ. വൈശാഖിയുടെ ജീവൻ ആപത്തില്ലാതിരിക്കാൻ വേണ്ടിയാ അന്ന് ആ കുറ്റം ഏറ്റെടുക്കാൻ വിഷ്ണുവിനോട് ഞാനും പറഞ്ഞത്. രാജേന്ദ്രന്റെ സജീവനും ഭീഷണിപ്പെടുത്തിയപ്പോ വേറെ വഴിയില്ലായിരുന്നു. അങ്ങ് ഭീഷണിപ്പെടുത്തിയ സ്വന്തം മക്കളെ ഒറ്റുകൊടുക്കോടി? വല്യമ്മയും രോഷത്തോടെ ചോദിച്ചു. ആ സമയത്താണ് ഗൗരിയുടെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടത്. മതി! അവളുടെ ശബ്ദത്തിൽ വല്ലാത്തൊരു കടുപ്പമുണ്ടായിരുന്നു. എല്ലാവരും അവളിലേക്ക് തിരിഞ്ഞു. ഈ വൈകിയ വേളയിൽ ഇവിടെ വന്ന് കുറ്റസമ്മതം നടത്തിയിട്ടും കണ്ണീരൊഴുക്കിയിട്ടും ഇനി എന്ത് കാര്യം? നഷ്ടപ്പെട്ടത് എന്റെ അനന്തേട്ടന്റെ ജീവനും വിഷ്ണുവേട്ടന്റെ ജീവിതവുമാ. അവൾ എല്ലാവരെയും നോക്കി ഉറക്കെ പറഞ്ഞു. അച്ഛനെയും അമ്മയെയും രാജേന്ദ്രനും അയാളുടെ അളിയൻ ഗംഗാധരനും കൂടി ചതിയിൽപ്പെടുത്തി കടക്കാരാക്കിയപ്പോ പോലും അതൊക്കെ അറിഞ്ഞിട്ടും നിങ്ങൾ ആരും തിരിഞ്ഞു നോക്കിയില്ല. എന്നിട്ടിപ്പോ വന്നിരിക്കുന്നു. ദേഷ്യം സങ്കടത്തിന് വഴിമാറിയപ്പോ ഗൗരി ഒരു ദീർഘമായ നിശ്വാസത്തോടെ ഭിത്തിയിലേക്ക് ചാരി. ഒറ്റയ്ക്ക് ജീവിക്കാൻ ഞാൻ ശീലിച്ചുപോയി. ആരും ഇല്ലായിരുന്നപ്പോഴും ഞാൻ ജീവിച്ചു. ഈ അവസരത്തിൽ ഇനി ബന്ധുക്കളുടെ സ്നേഹത്തിന്റെ ആവശ്യം എനിക്കില്ല. സങ്കടത്തിനിടയിലും അറുത്തുമുറിച്ചുള്ള അവളുടെ വാക്കുകൾ കേട്ട് നാക്കിറങ്ങിയതുപോലെ എല്ലാവരും ഇരുന്നു. ലക്ഷ്മി പെട്ടെന്ന് എഴുന്നേറ്റ് ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു. അങ്ങനെ പറയാതെ മോളെ. അവൾ സ്നേഹത്തോടെ ഗൗരിയെ തലോടി. പറ്റിയ തെറ്റ് അവരൊക്കെ ഏറ്റു പറയുമ്പോ നിനക്ക് ക്ഷമിച്ചുകൂടെ? കുടുംബമല്ലേ ഗൗരി? ഗൗരി ലക്ഷ്മിയുടെ കൈകൾ പതുക്കെ മാറ്റിവെച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഞാൻ ക്ഷമിച്ചാല് മരിച്ചോ എന്റെ അച്ഛനും അമ്മയും തിരികെ വരുമോ ഏട്ടത്തി? അനന്തേട്ടൻ തിരികെ വരുമോ? ഇല്ലല്ലോ. പേടിയായിട്ട് ഏട്ടത്തി. ഒരു കൂടിച്ചേരൽ സന്തോഷം തരുമെങ്കിലും വീണ്ടും ഒറ്റപ്പെടേണ്ടി വന്ന മനസ്സ് താങ്ങിയെന്ന് വരില്ല. അതുകൊണ്ട് ഇനിയുള്ള കാലം ഇങ്ങനെ പോട്ടെ, അതല്ലേ നല്ലത്. ഗൗരിയുടെ ആ ചോദ്യത്തിന് മുന്നിൽ ലക്ഷ്മിക്കും മറുപടി ഉണ്ടായിരുന്നില്ല. അവൾ നിസ്സഹായായി നിന്നുപോയി. ഇതെല്ലാം കണ്ടും കേട്ടും ഒന്നും മനസ്സിലാവാതെ ആദിക്കുട്ടൻ അരുണിന്റെ മടിയിലിരിക്കുകയായിരുന്നു. കഴിഞ്ഞു പോയ കാര്യങ്ങൾക്കൊക്കെ ക്ഷമ ചോദിച്ച് മുറിഞ്ഞുപോയ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാനാ നിങ്ങളുടെ വരവെങ്കിൽ അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്കിറങ്ങാം. വൈശാഖിയും സ്വരം കടുപ്പിച്ചു. ആ വാക്കുകൾ ഹരിഹരനെ വല്ലാതെ വേദനിപ്പിച്ചെങ്കിലും ക്ഷമ ചോദിക്കും പോലെ അയാൾ മകളോട് പറഞ്ഞു. മോളെ, നിന്റെ അമ്മയെ നിയന്ത്രിക്കാൻ കഴിയാതിരുന്നത് അച്ഛന് പറ്റിയ തെറ്റ് തന്നെയാ. പക്ഷേ വിഷ്ണു തെറ്റ് ചെയ്തില്ല എന്ന് നീയും അറിഞ്ഞല്ലോ. അവനെ പുറത്തിറക്കണ്ടേ? അതിനി അച്ഛൻ എന്ത് ചെയ്യണം? അതിനുള്ള കാര്യങ്ങളെല്ലാം ദേവേട്ടൻ പറഞ്ഞു തരും. അച്ഛൻ അതുപോലെ ചെയ്താൽ മതി. കോടതിയിലെ തെളിവ് നൽകാൻ ഞാനും ക്രിസ്റ്റിയൊക്കെ വരും. അതോർത്ത് പേടിക്കുകയും വേണ്ട. പക്ഷേ പഴയ മകളുടെ സ്ഥാനത്തുള്ള സ്നേഹമൊന്നും ഇനി ആരും പ്രതീക്ഷിക്കണ്ട. ആ വാക്കുകൾ ആ വീടിന്റെ ചുവരുകൾക്കുള്ളിൽ മാറ്റലുകൊണ്ടു. ബന്ധങ്ങളുടെ വിള്ളലുകൾ അത്ര പെട്ടെന്നൊന്നും കൂട്ടിച്ചേരില്ല എന്ന സത്യം ആ വാക്കുകളിൽ മുഴച്ചു വന്നു. കുറ്റബോധത്താൽ തലകുനിച്ചിരിക്കുന്ന മുതിർന്നവരും നഷ്ടപ്പെട്ടുപോയ കാലത്തെ ഓർത്തു വിങ്ങുന്ന ഗൗരിയും വൈശാഖിയും അവിടം ഒരു കനത്ത മൗനത്തിലേക്ക് വഴുതി വീണുപോയി. ഗൗരിയുടെ വീടിന് മുന്നിൽ നിന്നും നടന്ന് സ്വന്തം വീടിന്റെ ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് കയറുമ്പോൾ തന്നെ ദേവൻ കണ്ടു. വരാന്തയിൽ തൂണും ചാരി മുഖം വീർപ്പിച്ചു നിൽക്കുന്ന അമ്മയെ. ആ മുഖം അത്ര സുഖമുള്ള ഭാവത്തിലല്ല എന്ന് കണ്ടതും ദേവന്റെ ചുണ്ടിൽ കുസൃതി നിറഞ്ഞൊരു ചിരി വിരിഞ്ഞു. എന്ത് പറ്റി വിലാസിനി അമ്മേ? മുഖത്തൊരു കൊട്ട ഇരിപ്പുണ്ടല്ലോ. ആ ചോദ്യവും ചോദിച്ചുകൊണ്ടാണ് ദേവൻ പടി കയറി വരാന്തയിലേക്ക് കയറിയത്. കേൾക്കുന്നതും കാണുന്നതും ഒക്കെ അത്ര നല്ല കാര്യങ്ങളാണല്ലോ. അപ്പൊ പിന്നെ മുഖം ഇങ്ങനെയൊക്കെ ഇരിക്കും. വിലാസിനിയമ്മ മുഖം വെട്ടിച്ചുകൊണ്ട് പറഞ്ഞു. പരിഭവവും ഇഷ്ടക്കേടും നിറഞ്ഞ മറുപടി കേട്ട് ദേവൻ ചിരിയോടെ വിലാസിനിയമ്മയുടെ അടുത്തേക്ക് ചെന്നു. അതിനിപ്പോ എന്താ അമ്മ ഉണ്ടായത് എന്ന് ചോദിച്ചും കൊണ്ട് അവൻ അവരുടെ കവളിൽ പിടിച്ചു വലിച്ചു. മാറി ജേക്കങ്ങോട്ട്. വിലാസിനിയമ്മ അവന്റെ കൈ തട്ടി മാറ്റി. ആ പെണ്ണിന്റെ പുറകെ നടക്കരുത് എത്ര പറഞ്ഞാലും കേൾക്കില്ല.
നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ. അമ്മയെ അവളുടെ പുറകെ നടക്കാൻ തന്നെയാ ഞാൻ ട്രാൻസ്ഫറും വാങ്ങി ഇങ്ങോട്ട് വന്നത്. ദേവൻ ഒട്ടും കൂസലില്ലായിരുന്നു. അവന്റെ ഉള്ളിൽ ശാരദാമ്മ പറഞ്ഞു കൊടുത്തത് പോലെയുള്ള ഐഡിയകളുടെ ഒത്തൊഴുക്കായിരുന്നു. ആ നശിക്കാനാ തീരുമാനമെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്ത് കാര്യം? വിലാസിനി അമ്മ രോഷത്തോടെ നെടുവേർപ്പെട്ടു. ഇനി ഇവനോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് ഉറപ്പായതുപോലെ അവർ വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് നടക്കാൻ തുനിഞ്ഞെങ്കിലും ദേവൻ വിട്ടില്ല. അവൻ ചാടി അമ്മയുടെ മുന്നിലേക്ക് കയറി നിന്ന് വഴി തടഞ്ഞു. ഹ, അങ്ങനെ അങ്ങ് പോകല്ലേ വിലാസിനി അമ്മേ. ഇന്ന് ടിവിയിലെ ലൈവ് ഷോ കണ്ടായിരുന്നോ? പിന്നെ കാണാതെ? അവർ പുച്ഛത്തോടെ വീണ്ടും മുഖം വെട്ടിച്ചു. ശാരദാമ്മ പറഞ്ഞത് കേട്ടായിരുന്നോ? അവർക്ക് വട്ട. പുള്ളിക്കാരി പൊട്ടിത്തെറിച്ചു. വിവാഹം കഴിഞ്ഞൊരു കൊച്ചുള്ള പെണ്ണിനെ കൊണ്ട് ആ വിശ്വനെ കെട്ടിക്കുക എന്ന് പറയേണ്ട വല്ല കാര്യം അവർക്കുണ്ടായിരുന്നോ? ഒന്ന് ശ്രമിച്ചിരുന്നേ, നല്ല വീടുകളിൽ നിന്നും എത്ര നല്ല ആലോചനകൾ അവന് വന്നേനെ. അമ്മേ, ദേവൻ അമ്മയെ തിരുത്തി. അവൻ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാതിരുന്ന ഒരുത്തനാ. അത് മനസ്സിലാക്കിയത് കൊണ്ടാ ശാരദാമ്മ ഒരു അവസരം കിട്ടിയപ്പോ അത് മുതലെടുത്തത്. അതുകൊണ്ട് ഇപ്പൊ എന്തായി? അവൻ ആ കൊച്ചിനെ പിടിച്ചതുപോലെയാ. കാര്യങ്ങൾ ഈസി ആയില്ലേ? ഓ, അതിനിപ്പോ ഞാൻ എന്ത് വേണം? വിലാസിനി അമ്മ ദേഷ്യത്തോടെ ദേവനെ നോക്കി. അമ്മമാരായാലേ അങ്ങനെ വേണം. മക്കളുടെ മനസ്സറിഞ്ഞ് പെരുമാറണം. ദേവൻ അമ്മയെ കളിയാക്കി. അത് കേട്ടതും വിലാസിനി അമ്മയ്ക്ക് ദേഷ്യം അങ്ങ് ഇരച്ചു കയറി. അതേടാ, ഈ അമ്മ ഇങ്ങനെയാ. നിനക്ക് പിടിക്കുന്നില്ലെങ്കിലേ വല്ല വൃദ്ധസദനത്തിലും കൊണ്ടുപോയി ആക്കട എന്നെ. എന്നിട്ട് ആരാണെന്ന് വെച്ചാ വിളിച്ചു കയറ്റി താമസിപ്പിക്കി. അതും പറഞ്ഞ് വലിയൊരു പിണക്കത്തോടെ അവർ ദേവനെ തള്ളിമാറ്റി അകത്തേക്ക് കയറിപ്പോയി. ഹേ എവടാ, ഇതൊരു നടക്ക് പോകില്ല. അമ്മയുടെ പോക്ക് കണ്ട് മീശയും പിരിച്ച് ചിരിച്ചുകൊണ്ട് ദേവൻ അമ്മയുടെ പിന്നാലെ അകത്തേക്ക് നടന്നു. മുറിയിലേക്ക് എത്തുമ്പോഴാണ് തലേദിവസം രാത്രി മേശക്കകത്ത് വെച്ചിട്ട് പോയ തന്റെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം അവൻ കേൾക്കുന്നത്. പെട്ടെന്ന് ചെന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോ സ്ക്രീനിൽ വിശ്വന്റെ പേര് കണ്ടതും ദേവന്റെ നെറ്റ് ചുളിഞ്ഞു. ഇനിയിപ്പോ അവിടെ എന്താണാവോ പ്രശ്നം? ആ ചോദ്യം ആരോടൊന്നില്ലാതെ ചോദിച്ചുകൊണ്ട് ദേവൻ ഫോൺ എടുത്ത് ചെവിയിലേക്ക് ചേർത്തു. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.